നമ്മുടെ പോക്ക് ഒരു പോക്കല്ല മോനെ, വെറും ടെമ്പററി. ചെറിയൊരു വിരഹം അത് സ്നേഹം വർദ്ധിപ്പിക്കും. നീ ഇവിടുന്ന് പോയാൽ നന്ദുവിന് വിവാഹം നടക്കില്ല. നിന്റെ സാന്നിധ്യം ഇല്ലാതായാൽ രഘുവിനെ കുറിച്ചുള്ള അവളുടെ ഭയം ഇരട്ടിക്കും. നന്ദുവിന് യഥാർത്ഥത്തിൽ രഘുവിനെ ഇഷ്ടമായിരുന്നെങ്കിൽ അവർ വിവാഹം എന്നെ നടന്നേനെ ദേവരാജ. നീ അകത്ത് കിടന്ന കാലത്ത് അവർക്ക് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിയാമായിരുന്നു. പക്ഷെ നന്ദു അടുപ്പിച്ചില്ല. കാര്യങ്ങളൊക്കെ എന്റെ കണക്കുകൂട്ടൽ പോലെ നടന്നാൽ അവൾ വീണ്ടും നിന്റേതാകും. വെപ്രാളം വേണ്ട, കാലക്രമത്തിൽ മതി. എനിക്കൊന്നും മനസ്സിലായില്ല. നിനക്കൊന്നും മനസ്സിലാകത്തില്ല. എടാ, കുരുട്ടുബുദ്ധിക്ക് ഡോക്ടറേറ്റ് എടുത്ത കാട്ടൂക്കാരൻ അന്തോണിയാണ് എന്റെ തന്ത. ആ റേഞ്ചിൽ അച്ചറായി കുഞ്ഞിരാമന് വരില്ല മോനെ. മോൻ പോ. ഒരു സാധാരണ വിശ്വാസിക്ക് വട്ട് വന്ന ഗുളി കൊടുക്കാം. ഇതിപ്പോ കത്തനാർക്കാ പിരിപോയത്. എടാ പോടാ. നീ എന്താ രാവിലെ വരാന്ന് പറഞ്ഞിട്ട്? അച്ചു, യാതൊരു ഉറപ്പും ഗ്യാരണ്ടി ഇല്ലാത്തൊരു യാത്ര പോവാ ഞാൻ. നീ പ്രാരാബ്ധക്കാരനാ, ഒരു കുടുംബം നടത്താൻ ചുമതലപ്പെട്ടവനാ. ഇനി എന്റെ കൂട്ട് നിനക്ക് ശരിയാകല. ഇത് വെച്ചോ, എന്തെങ്കിലും ഒന്ന് ആകുന്നവരൊന്ന് പിടിച്ചേക്കാനാ. എടാ, ഇത് നിന്റെ കാശ് തന്നെടാ. നീ കത്തനാരും കൂടെ ആ ജമിനിയുടെ മാനേജരെ പറ്റിച്ചുണ്ടാക്കിയ കാശ്. എനിക്കൊരു ഗതി ഉണ്ടാകുമ്പോൾ നിന്നെ വിളിക്കാം. ചെല്ലു. ആശാനെ കാണണമെങ്കിൽ എന്നെ വിളിക്കണ്ട, മനസ്സിൽ വിചാരിച്ചാൽ മതി. ഈ അച്ഛൻ അവിടെ ഉണ്ടാവും. പിടിക്കവനെ.
പറയിച്ച ഓ. ഇവനെ നോക്കണേ, ഞാൻ അവനിട്ട് 2 കൊടുത്തിട്ട് വരാം. ആ എടാ വിട്ട് കളാ. വറീച്ച പ്ലീസ് 2 കൊടുത്തിട്ട് ക്ഷമിച്ചാ മതി അച്ഛാ. അത്രേ ഉള്ളൂ മക്കളെ. ആ 10 ഗുണം 10 ഗുണം. ദേവരാജു എന്നാ പിന്നെ നീറ്റ് ആയിക്കോട്ടെ. എടാ നിർത്തടാ നിർത്തടാ. അങ്ങോട്ട് മാറാ, ഞാൻ കാണട്ടെ. അവനെ അടിക്കച്ചാ. പിന്നോടിക്കടാ. കലക്കി അച്ഛാ കലക്കി. മറിച്ചോ, എന്തുവാടാ നമ്മളിവിടെ എത്താൻ 2 മണിക്കൂർ വൈകിന്ന് വെക്കാം. വെച്ചു. കാശ് കിട്ടിയില്ലാന്ന് വെക്കാം. ആ ജമിനിയെ പറ്റിക്കാൻ പറ്റില്ല എന്ന് കൂടി വെച്ചു. അങ്ങനെയാണെങ്കിൽ ഉച്ചയൂണ് എങ്ങനെ നടക്കും? ഹഹാ, മോനെ ദേവരാജു 24 കൊല്ലമായിട്ട് ഇവിടെ ഊണ് മുടങ്ങിയിട്ടില്ല. 10,000 സ്റ്റോക്ക് ഉണ്ടായിട്ടല്ല, ഒടേതമ്പുരാന്റെ കലവറയിൽ ഇഷ്ടം പോലെ അരിയും ഗോതമ്പും ഉണ്ട്. നീ പാട്ടും മൂത്തും തുടങ്ങിയപ്പോഴേ എനിക്ക് നെഞ്ചിടിക്കാൻ തുടങ്ങി. അടുപ്പേ വെള്ളം തിളയ്ക്കാന്ന് എനിക്കറിയാം. ഇന്ന് വെള്ളിയാഴ്ചയാ. ഇന്നലത്തെ അത്താഴത്തോടെ അരിയുടെ സ്റ്റോക്ക് തീർന്നു. ആ കണക്ക് മാത്രം എനിക്ക് നല്ല ഓർമ്മയാ. ഡേയ് ആ പാത്രങ്ങളെ വീടാ. അവസപ്പ് നീ എന്നാ പண்றே? എന്നാ ഒരു കട്ടറണ്ടിക്ക്. ആഹാ, അപ്പു നല്ല ഉറക്കമാണല്ലോ. പിന്നെ എടാ വേ, ഇവിടെ അടുത്ത് പള്ളി വക ഒരു സ്കൂളുണ്ട്. സിലബസ് എല്ലാം CBSE തന്നെ, പക്ഷേ നിലവാരം പോരാ. നിലവാരം എന്തായാലും കുഴപ്പമില്ല, എനിക്ക് ഉടനെ ഒരു ജോലി കിട്ടണം. ഇവിടത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഒരു ജോലി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. എന്തിനും ഞാൻ റെഡി, പക്ഷെ കാശ് കിട്ടണം. ഞാൻ അതല്ല ആലോചിക്കുന്നത്. രഘുവിനെ സംബന്ധിച്ച് ഒരു മർഡർ വിറ്റ്നസ് ആണ് അപ്പു. അവൻ ചെയ്ത കൊലയുടെ ഏക സാക്ഷി. രഘു തേടി വന്നാലോ? വരില്ല. എന്നാ ഉറപ്പ്? പണത്തിന് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്യില്ലെന്ന് അവനറിയാം. ആ, പക്ഷെ അപ്പൂനെ തൊട്ട് കളിച്ചാൽ കളി മാറും, അതും അവനറിയാം. ആ, ആ. പോയവരെ ആ വഴി പോട്ടെ, അവരെ ഫോളോ ചെയ്ത് പൊല്ലാപ്പുണ്ടാക്കാൻ മാത്രം വിട്ടിയല്ല രഘു. പക്ഷെ ബേസിക്കലി ഭീരുവാണ്. തന്നെയുമല്ല, നന്ദു അവിടെ നിൽക്കുന്നു. അവളെ തനിച്ച് കിട്ടുന്നതല്ലേ അവന് ലാഭം. അല്ല, കിട്ടിയാൽ ലാഭമാണ്, പക്ഷെ കിട്ടുവോ? വറീച്ചൻ അന്ന് പറഞ്ഞപ്പോ ഞാനത് അത്ര വിശ്വസിച്ചില്ല. ഉം. പക്ഷെ ഇന്നെനിക്ക് ഉറപ്പാ, നന്ദുവിനെ അവന് കിട്ടുകയില്ല ഒരു കാലത്തും. അല്ലെങ്കിലും കൊലച്ചതിയിൽ എന്റെ ഇറക്കം ചെയ്തത് ശരിക്കും പേടി തട്ടി കാണും. സ്വന്തം തള്ള ചത്ത് കിടക്കുന്ന ആ പെണ്ണ് നേരിട്ട് കാണുകയല്ലേ? പക്ഷേ അതൊരു കൊലപാതകമായിട്ടൊന്നും ആരും സംശയിക്കില്ല. ആ. വർഷങ്ങളായിട്ട് വായു വലിച്ചു കിടന്ന ഒരു തള്ള ചത്തു, സ്വാഭാവികം. നിന്ന നിലയിൽ നന്ദു രഘുവിനെതിരായിട്ട് തിരിയൊന്നുമില്ല. പക്ഷേ വറീച്ചൻ പറഞ്ഞതുപോലെ അപ്പു വെച്ചുകൊടുത്ത പാരയുടെ മുള പതുക്കെ പൊട്ടും. കറക്റ്റ്. സംശയം, ഭയം അത് വളരും. വിത്തിൻ 1 ഇയർ രഘു പുറത്താവുന്നത് ഉറപ്പാ. ചട്ടനും അതോ ഗതി. ഉണ്ടായിരുന്ന പോലീസ് പണിയും കളഞ്ഞു കുളിച്ച് ഇത്രയും കാലം മുതലാളി കളിച്ച് നടന്നു. ഒരു സുപ്രഭാതത്തിൽ അതൊക്കെ നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ അവൻ നന്ദുവിനെ അപായപ്പെടുത്തിയാലോ? ഇല്ല, അവനൊന്നും ചെയ്യില്ല. അപ്പും ദേവരാജനും മിസ്സിംഗ് ആണെന്നേ ഉള്ളൂ, ചത്തിട്ടില്ല. നന്ദുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും തന്റെ മോനും ചാടി വീഴുമെന്ന് അവനറിയാം. അവൻ അങ്ങനെയല്ലേ ചിന്തിക്കാൻ പറ്റൂ. ഞങ്ങള് കാണാൻ പറയത്ത, പക്ഷെ ഞങ്ങൾക്ക് രഘുവിനെ കാണാം. നീ ഇവിടെ കാണുമെന്ന് രഘു ഊഹിച്ചാലോ? ഒരു സിമ്പിൾ ലോജിക്. അത് ഞങ്ങളിവിടെ ഇല്ലല്ലോ.
നിങ്ങൾ ഇവിടെ ഇല്ലല്ലോ. ആഹാ. നന്ദു രഘുവിനെ സംശയിച്ച് ഭയന്ന് ഉടക്കി അടിച്ച് പിരിഞ്ഞു വരാൻ മിനിമം 6 months to 1 year എടുക്കും. എടുക്കും. അതിനുള്ളിൽ ഞങ്ങൾ ഇവിടെ സ്ഥലം വിടും. ദിസ് ഈസ് ഓൺലി എ ടെമ്പററി സെറ്റിൽമെന്റ് പറയിച്ചാ. അല്ല നീ എങ്ങോട്ടാ പോകുന്നേ? സ്ഥലമൊന്നും തീരുമാനിച്ചിട്ടില്ല. അത് ഈ പ്രദേശത്ത് നിന്ന് കിട്ടുന്ന ചിക്കിലിയുടെ ബലം പോലെ ഇരിക്കും. ആം. ഒരു പുരോഹിതൻ എത്ര ശ്രമിച്ചാലും ഒരു പക്കാ ക്രിമിനലിന്റെ ലെവലിലേക്ക് ഉയരാൻ പറ്റില്ല പറയിച്ചാ. എന്നാലും വെറുതെ ശ്രമിച്ച സമയം കളയണ്ട. ഞാൻ ഈ പാണ്ടിക്കാരന്റെ മില്ലൊരു പണി കിട്ടുമെന്ന് നോക്കട്ടെ. ശരി ശരി.